വാർത്ത നിങ്ങളോട് പറയുമ്പോൾ ഏത് വികാരമാണ് എന്റെ മനസ്സിൽ കൂടി പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒന്നെന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തി, അതൊരു ആശ്വാസമാണ്. പക്ഷെ അർജുൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ എല്ലാവർക്കും ജൊവിന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. നീണ്ട 71 ദിവസത്തിന് ശേഷം നമ്മുടെ അർജുനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ അതിൽ സന്തോഷിക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോൾ കാർവാറിലെ കിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അർജുന്റെ DNA ചെക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിനെ മാൻ മിസ്സിംഗ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അത് DNA റിസൾട്ട് സാധാരണ താമസിക്കാറുണ്ട്. പക്ഷെ ഇതൊരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എത്രയും വേഗം എല്ലാം ഓക്കെ ആക്കി അർജുനെ എത്രയും വേഗം നമ്മുടെ കേരളത്തിലോട്ട് എത്തിക്കാമെന്ന് അവിടെ കർണാടകയിലെ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മനാഫ് എന്ന് പറയുന്നത്. അതായത് ഈ ലോറിയുടെ ഉടമ. അദ്ദേഹം കടന്നുപോയ ഈ 71 ദിവസം എന്ന് പറയുന്നതുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയിലായിരുന്നു. എന്ത് തെണ്ടിത്തരവും പറഞ്ഞ് പണം വേണം എന്നുള്ള ഒരു ചിന്തയിൽ മാത്രം പ്രവർത്തിക്കുന്ന കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കിയതെന്ന് പറയുന്നത് ഈ മനാഫ് കള്ളക്കടത്തുകാരനാണ്, അല്ലെങ്കിൽ അയാളുടെ ലോറിയിൽ ചന്ദനത്തടിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അർജുനെ എവിടെ കൊണ്ടുപോയി കൊന്നു, അല്ലെങ്കിൽ അർജുനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഈ ലോറി കിട്ടാതിരിക്കാനുള്ള ഒരു വഴിയാണ് മനാഫ് ചെയ്തത്. ഈ ലോറി കിട്ടിയാൽ മനാഫിന്റെ കള്ളത്തരങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് മനാഫ് മനഃപൂർവ്വമായിട്ട് ഈ ലോറി ഒളിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രചാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ ഇത് ശ്രദ്ധിക്കണം. ഇദ്ദേഹമാണ് ഈ 71 ദിവസവും കേട്ടോ പല ആൾക്കാരുടെയും കാലും കയ്യും പിടിച്ച് അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. അതിന്റെ റിസൾട്ടാണ് ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ കിട്ടിയത്. അർജുൻ ആദ്യ ദിവസം തന്നെ നമ്മുടെ മനാഫ് പറയുന്നുണ്ടായിരുന്നു, അർജുൻ ഈ ക്യാബിനകത്ത് തന്നെയുണ്ട്, അതായത് ഈ ഡ്രൈവർ സീറ്റിൽ തന്നെ ഉണ്ട്, അവിടെ നിന്ന് വേറൊരിടത്തും പോയിട്ടില്ലെന്ന് ആദ്യം മുതൽ തന്നെ മനാഫ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അതിനൊന്നും വില കൊടുത്തില്ല. പക്ഷെ ഇന്ന് നമുക്ക് അർജുനെ കിട്ടിയതും ആ സെയിം സ്ഥലത്തു നിന്നാണ്. ഇതാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നത് രക്തബന്ധത്തിനേക്കാൾ വലിയൊരു ബന്ധമെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ, നമ്മൾ ഒരാളുടെ എല്ലാ വശവും നമ്മൾ കേൾക്കണം. അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ട് നമ്മൾ വിശ്വസിക്കരുതെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇന്ന് ഈ മനാഫിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തിയ ഇവരൊക്കെ ഈ പാപം എവിടെ കൊണ്ട് തീർക്കുമെന്ന് അറിയത്തില്ല. പ്രിയ സുഹൃത്തുക്കളെ, ആ മനാഫ് ഉണ്ടല്ലോ, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അർജുന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു ആ അർജുനെ ആ വീട്ടിൽ കൊണ്ട് ചെല്ലുമെന്ന്. അത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, ആ കുട്ടിയുടെ അച്ഛനെ കൊണ്ട് ഏൽപ്പിക്കുമെന്നും മനാഫിന് ഇതൊരു വാശിയായിരുന്നു കേട്ടോ. കാരണം മറ്റാരെക്കാളും കൂടുതൽ മനാഫിന്റെ ആവശ്യമായിരുന്നു അർജുനെ കണ്ടെത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് കളികളല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനാഫ് എന്താണ് പറയുന്നതെന്നും കൂടി നമുക്ക് കാണാം. ഇത് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വാർത്തയാണ് കേട്ടോ. ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും, ഞാൻ പറഞ്ഞതാ, ശരിയല്ലേ? ഉറപ്പായിരിക്കും ഓനെ കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിൽ നൽകുന്നത്. അതെ, അത് ഞാൻ അമ്മയ്ക്ക് നൽകി ഉറപ്പായിരിക്കുന്നു. പാലിച്ചു ഞാൻ അവിടെ എത്തിക്കും. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു, തീർച്ചയായിട്ടും. അപ്പോൾ മനുഷ്യനെ മതത്തിന്റെ പേരില് സെപ്പറേറ്റ് ചെയ്ത് കാണുന്ന കുറെ തെണ്ടികളുണ്ട് നമ്മുടെ നാട്ടില്. അപ്പോ അവർക്കൊക്കെ ഇതൊരു പാഠമാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇവരുടെയൊക്കെ വാക്കുകളിൽ വീഴരുത്. കാരണം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലാണ് ഈ മനോഹാരിത കാണാൻ കഴിയുന്നത്. എല്ലാ മതക്കാരും വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്നത്. അത് കളഞ്ഞു മുടിക്കാൻ കുറച്ചാൾക്കാരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് എന്തിന്റെ പേരിലാണെന്ന് വെച്ചാൽ, പാശ്ചാത്യ രാജ്യത്ത് പലതും നടക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ പാശ്ചാത്യ രാജ്യത്ത് ഒരു ഇന്ത്യൻകാരും ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവർ ഈ പറയുന്ന മതവിഭാഗക്കാര്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മനാഫിന്, ആ സഹോദരന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം കരയുന്നത് നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തിന്റെ ആ നെഞ്ച് പിടയുകയാണ്. ഇതിൽ എവിടെയാണ് അദ്ദേഹം തിരിമറി നടത്തിയത്? അദ്ദേഹം അഭിനയിക്കുകയാണോ പ്രിയ സുഹൃത്തുക്കളെ? അപ്പോൾ യവന്മാരുടെയൊക്കെ ചെവിട് നോക്കി കൊടുക്കാത്തോണ്ടല്ലേ പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം.
ഈ ചേട്ടൻ ഇനി സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. അതുപോലെ നമ്മുടെ അർജുന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു, അർജുന്റെ ആത്മാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ ടിൽ ദെൻ ബൈ.